ഏവർക്കും സ്നേഹവന്ദനം. കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ കിടന്നുകൊണ്ട് പറഞ്ഞ ഒന്നാമത്തെ മൊഴിയാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത്. ലൂക്കോസ് വിശേഷം 23 അധ്യായം 34 വാക്യം. ലൂക്കോസ് വിശേഷം 23 അധ്യായം 34 വാക്യം. പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നത് എന്ന് അറിയായിക കൊണ്ട് അവരോട് ക്ഷമിക്കണമേ. പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നത് എന്ന് അറിയായിക കൊണ്ട് അവരോട് ക്ഷമിക്കണമേ. കർത്താവ് കാൽവരി ക്രൂശിലാണ്. ആ ക്രൂശിൽ കിടക്കുമ്പോൾ കർത്താവ് മൊഴിഞ്ഞ ആദ്യത്തെ മൊഴിയാണ് തൻ്റെ അരികിലായിരിക്കുന്നവർക്ക് വേണ്ടി ക്ഷമിക്കുവാനുള്ള പ്രാർത്ഥന. തലേ ദിവസം കർത്താവിനെ അറസ്റ്റ് ചെയ്തത് മുതൽ പല ഇടങ്ങളിൽ ക്രിസ്തുവിനെ വിചാരണ ചെയ്യുന്നുണ്ട്. പലയിടങ്ങളിലും കർത്താവ് ശിക്ഷ ഏൽക്കുന്നുണ്ട്. ചമ്മട്ടി കൊണ്ട് കർത്താവിനെ അടിക്കുന്നുണ്ട്, ചാട്ടവാർ കൊണ്ട് കർത്താവിനെ പ്രഹരിക്കുന്നുണ്ട്, മുഖത്ത് തുപ്പുന്നുണ്ട്, കന്നത്തടിക്കുന്നുണ്ട്, കർത്താവിൻ്റെ ശിരസിലേക്ക് മുൾക്കിരീടം തറച്ചു വയ്ക്കുന്നുണ്ട്. ഇപ്രകാരം വളരെ പീഡനങ്ങൾ കർത്താവ് ഏൽക്കുമ്പോൾ, താൻ ചെയ്യാത്ത തെറ്റുകളും കുറ്റങ്ങളും തൻ്റെ മേൽ ചാർത്തപ്പെടുമ്പോൾ അവിടങ്ങളിലെല്ലാം ക്രിസ്തു മൗനമായിരുന്നുവെന്നാണ്, അറുക്കുവാനുള്ള ആടിനെ പോലെ കർത്താവ് മിണ്ടാതിരുന്നുവെന്നാണ് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്രകാരം താൻ ഈ പീഡനങ്ങൾ ഏൽക്കുമ്പോഴെല്ലാം നിശബ്ദനായിരുന്ന കർത്താവ് ഭാരമേറിയ മരക്കുരിശുമായി ഗോൽഗോഥ മലയിലേക്ക് കടന്നു പോകുന്ന ഇടങ്ങളിൽ പലയിടങ്ങളിലും തൻ്റെ ശരീരത്തിൻ്റെ ക്ഷീണം കൊണ്ടും കുരിശിൻ്റെ ഭാരം കൊണ്ടും കർത്താവ് മുട്ടിടിച്ചു വീഴുന്നുണ്ട്. ആ ഇടങ്ങളിലൊക്കെ നിശബ്ദനായിരുന്ന, ഉരിയാടാതിരുന്ന കർത്താവ് കാൽവരിയിൽ ക്രിസ്തുവിനെ ഈ ക്രൂശിലേക്ക് ആണി കൊണ്ട് ഈ പച്ചമരത്തോട് ചേർത്ത് അടിക്കുമ്പോൾ പിടയുന്ന വേദനയുടെ മധ്യേയും കർത്താവ് പ്രതികരിക്കുന്നില്ല. എന്നാൽ തന്നെ ക്രൂശിൽ തറച്ച് അവിടെ നാട്ടുമ്പോൾ തൻ്റെ അരികിലായിരുന്ന പടയാളികളെ നോക്കി, തന്നെ കളിയാക്കുന്ന ജനസമൂഹത്തെ നോക്കി, തന്നെ പുച്ഛിക്കുന്ന ചുറ്റുപാടുകളെ നോക്കി കർത്താവ് പറയുകയാണ്, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നത് എന്ന് അറിയായിക കൊണ്ട് അവരോട് ക്ഷമിക്കണമേ. ക്രിസ്തു ഒരുപക്ഷെ ഉരിയാടിയിരുന്നുവെങ്കിൽ എന്തു വേണമെങ്കിലും സംഭവിക്കും. വാക്കിന്റെ വ്യാപാര ശക്തിയാൽ സകലതിനെയും ഉളവാക്കിയവനാണ് ക്രിസ്തു. തൻ്റെ അധികാരമുള്ള ശബ്ദം കൊണ്ട് കാറ്റിനെയും കടലിനെയും നിയന്ത്രിച്ചവനാണ്. രോഗികളെ സൗഖ്യമാക്കിയവനാണ്. ലാസറെ പുറത്തുവാ എന്ന് പറയുമ്പോൾ മരിച്ച് നാറ്റം വച്ചവന്റെ മേൽ ആത്മാവ് മടങ്ങി വന്ന് ജീവൻ പ്രാപിച്ച് അവൻ ജീവനോടെ മടങ്ങി വന്നു എന്നാണ് വചനം പഠിപ്പിക്കുന്നത്. ഈ വിധത്തിൽ വാക്കിന് ശക്തി ഉണ്ടായിരുന്ന ക്രിസ്തു പലയിടങ്ങളിലും ഉരിയാടാതിരുന്നു. എന്നാൽ ക്രൂശിൽ താൻ കിടക്കുമ്പോൾ തൻ്റെ അരികിലായിരുന്ന പടയാളികളെ നോക്കി പിതാവിനോട് പ്രാർത്ഥിക്കുകയാണ്, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നത് എന്ന് അറിയുന്നില്ല, അവരോട് ക്ഷമിക്കണമേ. ക്രിസ്തു ക്രൂശിൽ കിടന്ന് പറഞ്ഞ ഒന്നാമത്തെ മൊഴി അതൊരു പ്രാർത്ഥനയാണ്. ക്രിസ്തു ക്രൂശിൽ കിടന്ന് പറഞ്ഞ ഒന്നാമത്തെ മൊഴി അതൊരു പ്രാർത്ഥനയാണ്. തന്നെ ഉപദ്രവിക്കുന്ന, തന്നെ പീഡിപ്പിക്കുന്ന, തന്നെ കളിയാക്കുന്ന സമൂഹത്തോടുള്ള കർത്താവിൻ്റെ ക്ഷമയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് ഒന്നാമത്തെ മൊഴി. ഈ ഭാഗം നമുക്ക് നൽകുന്ന ഒന്നാമത്തെ ചിന്ത, ഇത് ക്രിസ്തുവിൻ്റെ പ്രാർത്ഥന എന്നതിനേക്കാൾ ഉപരി ക്രിസ്തുവിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥന എന്നാണ്. മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള ക്രിസ്തുവിൻ്റെ പ്രാർത്ഥനയാണ് ഈ ഒന്നാമത്തെ മൊഴി. തനിക്ക് വേണ്ടിയുള്ള ആവശ്യമല്ല, തൻ്റെ ആവശ്യങ്ങൾക്കായിട്ട് ദൈവത്തോട് നിലവിളിക്കുകയല്ല, പകരം തൻ്റെ അരികിലായിരുന്നവർക്ക് വേണ്ടി കർത്താവ് പ്രാർത്ഥിക്കുകയാണ്. തന്നെ ഉപദ്രവിക്കാനായിട്ട് ശ്രമിക്കുന്നത് പടയാളികളാണ്, റോമൻ പടയാളികളാണ്. അതുപോലെ തന്നെ ഒരു കൂട്ടം സാധാരണ ജനങ്ങളും കർത്താവിന് എതിരെ മോശമായ വാക്കുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അവരെല്ലാം നോക്കി പിതാവിനോട് അവർക്ക് വേണ്ടി കർത്താവ് പ്രാർത്ഥിക്കുകയാണ്. പിതാവിനോടുള്ള ക്രിസ്തുവിൻ്റെ അപേക്ഷ ഇതാണ്, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നത് എന്ന് അറിയുന്നില്ല. അവരുടെ അറിവില്ലായ്മ കൊണ്ടാണ് അവരിതൊക്കെ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് അവരോട് ക്ഷമിക്കണമേ. തൻ്റെ ചുറ്റുപാടുമുള്ളവരുടെ എല്ലാവരുടെയും കുറവുകളെ കർത്താവ് ഏറ്റെടുത്തുകൊണ്ട് അവർക്ക് വേണ്ടിയുള്ള ക്ഷമ ദൈവത്തോട് അപേക്ഷിക്കുകയാണ്. പഴയ നിയമങ്ങളിൽ പലയിടങ്ങളിലും രാജാക്കന്മാർ തങ്ങളുടെ പ്രജകൾക്ക് വേണ്ടി ദൈവത്തോട് പ്രകാരം പ്രാർത്ഥിച്ചിരുന്നു. ദേശത്ത് പ്രതികൂലങ്ങൾ ഉണ്ടാകുമ്പോൾ, മഹാക്ഷാമങ്ങൾ ഉണ്ടാകുമ്പോൾ, മഹാവ്യാധികൾ ഉണ്ടാകുമ്പോൾ ആത്മീക നേതൃത്വം നൽകിയിരുന്ന രാജാക്കന്മാരും പ്രവാചകന്മാരുമൊക്കെ രട്ടിലും വെണ്ണീരിലും കിടന്ന് ദൈവത്തോട് നിലവിളിച്ച് കരയുമായിരുന്നു. ദൈവമേ, ഈ ജനത്തിന്റെ പാപം അവരുടെ മേൽ നിർത്തരുതേ, ആ പാപവും ആ ശിക്ഷയും എൻ്റെ മേൽ നൽകിയിട്ട് ഈ ജനത്തോട് ക്ഷമിക്കണമേ. ഇപ്രകാരം രാജാക്കന്മാർ തങ്ങളുടെ പ്രജകൾക്ക് വേണ്ടി ദൈവത്തോട് മധ്യസ്ഥത വഹിച്ചതുപോലെ, മറ്റുള്ളവരോട് മധ്യസ്ഥത വഹിച്ചതുപോലെ ഇവിടെ ക്രിസ്തു ലോകത്തിന് വേണ്ടി, ലോക ജനതയ്ക്ക് വേണ്ടി
തന്നെ ഉപദ്രവിക്കുന്ന പടയാളികൾക്ക് വേണ്ടി ദൈവത്തോട് മധ്യസ്ഥത വഹിക്കുകയാണ്, ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. യഹൂദന്മാരുടെ രാജാവ് എന്നാണ് ക്രിസ്തുവിന്റെ ക്രൂസിന്റെ മുകളിൽ ആ ബോർഡിൽ ചേർത്തിരിക്കുന്നുവെങ്കിലും കർത്താവ് പാപക്ഷമയ്ക്കായിട്ട് യാചിക്കുന്നത് അത് യഹൂദന്മാർക്ക് വേണ്ടി മാത്രമല്ല, തന്നെ ഉപദ്രവിക്കുന്ന വിജാതീയരായ റോമൻ പടയാളികൾക്ക് വേണ്ടി കൂടിയാണ്. അതുകൊണ്ട് തന്നെ കർത്താവ് പ്രഖ്യാപിക്കുകയാണ്, ഞാൻ യഹൂദന്മാരുടെ മാത്രം രാജാവല്ല, ഞാൻ സർവ്വലോകത്തിന്റെയും രാജാവാണ്. അതുകൊണ്ട് സർവ്വലോകത്തിന്റെയും പാപങ്ങൾക്കായി ഞാനിതാ ദൈവത്തോട് ക്ഷമ ചോദിക്കുകയാണ്. ക്രിസ്തുവിന്റെ കാൽവരി ക്രൂശിലെ ഒന്നാമത്തെ മൊഴി അതൊരു പ്രാർത്ഥനയാണ്, അതൊരു മധ്യസ്ഥ പ്രാർത്ഥനയാണ്. തൻ്റെ ചുറ്റുപാടുമുള്ളവർക്ക് വേണ്ടിയുള്ള ക്രിസ്തുവിന്റെ പ്രാർത്ഥനയാണ്. ഈ ഒന്നാമത്തെ മൊഴി വിശ്വാസികളായ നമുക്ക് നൽകുന്ന മറ്റൊരു ചിന്തയുണ്ട്. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനായി വിളിക്കപ്പെട്ടവരാണ് നാം. നമ്മുടെ ജീവിതത്തിലെ പ്രാർത്ഥനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥന മധ്യസ്ഥ പ്രാർത്ഥനയാണ്. മറ്റുള്ളവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കേണ്ടതാണ്. വേദനിക്കുന്ന, കണ്ണുനീരിന്റെ അനുഭവത്തിലായിരിക്കുന്ന, പാപത്തിൽ വീണുപോയ അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായി വിളിക്കപ്പെട്ടവരാണ് നാം. പലപ്പോഴും നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥനകൾ പോലും വ്യക്തിപരമായ പ്രാർത്ഥനകളായിട്ട് മാറുന്നുണ്ട്. മധ്യസ്ഥ പ്രാർത്ഥന എന്ന് നാം പറയുമ്പോഴും പ്രഖ്യാപിക്കുമ്പോഴും ആ പ്രാർത്ഥനകളിൽ 90% അടങ്ങിയിരിക്കുന്നത് നമുക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളാണ്. പക്ഷേ കാൽവരി ക്രൂസിൽ കിടന്നുകൊണ്ടുള്ള കർത്താവിന്റെ ഒന്നാമത്തെ മൊഴി അതൊരു മധ്യസ്ഥ പ്രാർത്ഥനയാണ്. അത് തനിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയല്ല, തന്നെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. ക്രിസ്തുവിന്റെ ഒന്നാമത്തെ മൊഴി നമുക്ക് നൽകുന്ന രണ്ടാമത്തെ ചിന്ത എന്താണ്? രണ്ടാമത്തെ ചിന്ത നഷ്ടപ്പെടുന്ന ആത്മാക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. ക്രൂസിലെ ക്രിസ്തുവിന്റെ ഒന്നാമത്തെ മൊഴി അതൊരു പ്രാർത്ഥനയാണ്. ഒന്നാമത്തെ ചിന്ത അതൊരു മധ്യസ്ഥ പ്രാർത്ഥനയാണ്. രണ്ട്, അത് പാപികൾക്ക് വേണ്ടിയുള്ള, നഷ്ടപ്പെടുന്ന ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ക്രിസ്തുവിന്റെ പ്രാർത്ഥനയാണ്. കർത്താവ് പിതാവിനോട് പ്രാർത്ഥിക്കുന്നത്, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നത് എന്ന് അറിയുന്നില്ല, അതുകൊണ്ട് അവരോട് ക്ഷമിക്കണമേ. മറ്റൊരർത്ഥത്തിൽ, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്താണെന്ന് അവർക്കറിയില്ല, അതുകൊണ്ട് അവരെ ശിക്ഷിക്കരുത്, പകരം അവരെ രക്ഷിക്കണമേ, അവരോട് ക്ഷമിക്കണമേ എന്നതാണ്. ഈ പടയാളികൾ ചെയ്യുന്നത് ഒരിക്കലും പൊറുക്കുവാൻ കഴിയാത്ത വലിയ പാതകമാണ്. ഒരുപക്ഷെ തൻ്റെ മകനോട്, തൻ്റെ പ്രിയപുത്രനോട് ഇവർ ചെയ്യുന്നതിന് പിതാവ് ശിക്ഷ നൽകിയാൽ ഇവർക്ക് ആർക്കും നിലനിൽപ്പാൻ പോലും കഴിയുകയില്ല. ഒരു വേള കർത്താവ് പറയുന്നുണ്ട്, ഞാൻ എൻ്റെ പിതാവിനോട് അപേക്ഷിച്ചാൽ സ്വർഗത്തിൽ നിന്നും 1000 10,000 ദൂതന്മാരെ അയച്ച് എന്നെ കരുതുവാൻ, എന്നെ സംരക്ഷിപ്പാൻ എൻ്റെ ദൈവം ശക്തനയില്ലയോ എന്ന്. ഒരിക്കൽ സമരിയ പട്ടണം മുഴുവനും അയൽ രാജ്യം വളഞ്ഞിരിക്കുമ്പോൾ എലീശാ പ്രവാചകന്റെ ബാലിക്കാരൻ പറയുന്നുണ്ട്, ഇതാ നാം വളരെ ചുരുക്കമാണ്, നമുക്ക് ചുറ്റും ഈ സൈന്യം വളഞ്ഞിരിക്കുകയാണ്, നമുക്ക് എങ്ങനെ രക്ഷപ്പെടുവാനായിട്ട് കഴിയും? അവിടെ ബാലിക്കാരന്റെ കണ്ണു തുറക്കുമ്പോൾ ബാലിക്കാരൻ കാണുന്നുണ്ട്, മിന്നിപ്പിടിച്ച വാളുമായി ദൈവദൂതന്മാർ 10,000 കണക്കിന് ദൈവദൂതന്മാർ തങ്ങൾക്ക് സംരക്ഷണം ഒരുക്കിയിരിക്കുന്നത്. അവിടെ തന്റെ ജനത്തിന് ഈ വിധത്തിൽ ദൂതന്മാരെ അയച്ച് സംരക്ഷണം നൽകുവാൻ കഴിയുന്ന ദൈവത്തിന് എന്തുകൊണ്ടാണ് സ്വന്തം പുത്രനെ രക്ഷിപ്പാനായിട്ട് ആ വിധത്തിൽ ദൂതസംഘത്തെ അയക്കുവാൻ കഴിയാത്തത്? തീർച്ചയായിട്ടും കഴിയും. അതുകൊണ്ട് തന്നെ കർത്താവ് പിതാവിനോട് പ്രാർത്ഥിക്കുകയാണ്, അരുത് പിതാവേ, അപ്രകാരം ഈ ജനതയെ ശിക്ഷിക്കരുത്, കാരണം അവർ ചെയ്യുന്ന ഈ പ്രവൃത്തി എന്താണ് എന്ന് അവരറിയുന്നില്ല, അവരുടെ അറിവില്ലായ്മയാണ്, അതുകൊണ്ട് തന്നെ അവരോട് ക്ഷമിക്കണമേ. നഷ്ടപ്പെടുന്ന ആത്മാക്കൾക്ക് വേണ്ടിയുള്ള കർത്താവിന്റെ പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥനയിൽ നാം കാണുന്നത് പാപികളോടുള്ള കർത്താവിന്റെ സ്നേഹമാണ്. ക്രിസ്തുവിന്റെ സ്നേഹം എത്രത്തോളം വലുതാണ് എന്നാണ് ഈ പ്രാർത്ഥനയിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. താൻ പ്രാർത്ഥിക്കുന്നത്, ക്ഷമിപ്പാനായിട്ട് പിതാവിനോട് അപേക്ഷിക്കുന്നത് തന്നെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടിയാണ്, തന്നെ പഴിക്കുന്നവർക്ക് വേണ്ടിയാണ്. തന്നെ ചമ്മട്ടി കൊണ്ടടിച്ച, തന്നെ കളിയാക്കുന്ന ഒരു സമൂഹത്തെ നോക്കിയാണ് പിതാവിനോട് പ്രാർത്ഥിക്കുന്നത്, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നത് എന്ന് അറിയുന്നില്ല. ക്രിസ്തു അവർ ചെയ്ത പ്രവൃത്തിയല്ല കണ്ടത്. കർത്താവ് ഈ ജനം തനിക്ക് എതിരെ എന്തൊക്കെ ആരോപിക്കുന്നു, എന്തൊക്കെ ചെയ്യുന്നു എന്നതല്ല കർത്താവ് നോക്കിയത്. കർത്താവ് അവരിലെ ആത്മാവിനെയാണ് നോക്കിയത്. ആ ആത്മാവും രക്ഷപ്പെടണമെന്ന് കർത്താവിന് അറിയാം. എന്തുകൊണ്ടാണ് അവർ പാപത്തിലേക്ക് വീണുപോയത്? അതൊരു പക്ഷെ പിശാചിന്റെ തന്ത്രങ്ങളാകാം, അറിവില്ലായ്മയാകാം, യാഥാർത്ഥ്യമായ രക്ഷയുടെ അനുഭവം അവർക്ക് തിരിച്ചറിയാൻ കഴിയാത്തത് കൊണ്ടാകാം. അതുകൊണ്ട് തന്നെ കർത്താവ് അവർക്ക് വേണ്ടി പിതാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ തൻ്റെ ആഴമേറിയ സ്നേഹമാണ് അവിടെ വെളിപ്പെടുത്തുന്നത്. പ്രിയ ദൈവജനമേ, മറ്റുള്ളവരെ സ്നേഹിക്കുവാനായി വിളിക്കപ്പെട്ടവരാണ് നാം. അതുകൊണ്ട് തന്നെ ആ സ്നേഹത്തിന്റെ മറ്റൊരു ഭാവമാണ് ക്ഷമ എന്നത്. കർത്താവ് നമ്മോട് പറയുന്നുണ്ട്, ഞാൻ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളുടെ അയൽക്കാരോട് ക്ഷമിക്കുക, ഞാൻ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളുടെ ശത്രുക്കളോടും ക്ഷമിക്കുക. ശത്രുക്കളോടും അയൽക്കാരോടും ക്ഷമിക്കുവാൻ പറയുന്ന കർത്താവ്
അതുപോലെ തന്നെ വീണ്ടും ആവർത്തിക്കുന്നുണ്ട്, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നത് പോലെ നിങ്ങൾ അയൽക്കാരെയും നിങ്ങളുടെ ശത്രുക്കളെയും സ്നേഹിക്കുക എന്നുകൂടി. അതുകൊണ്ട് തന്നെ സ്നേഹവും ക്ഷമ എന്നതും നമ്മുടെ ജീവിതത്തിൽ ഒരേപോലെ നിലനിൽക്കേണ്ടുന്ന അനുഭവമാണ്, അല്ലെങ്കിൽ ഒരു നാണയത്തിന്റെ മറ്റൊരു ഭാഗമാണ്. മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ വേണ്ടി നാം വിളിക്കപ്പെട്ടിരിക്കുമ്പോൾ മറ്റുള്ളവരോട് ക്ഷമിപ്പാനും നമുക്ക് കഴിയണം. ക്രിസ്തു മറ്റുള്ളവർ ചെയ്ത പ്രവൃത്തിയേക്കാൾ അധികമായി അവരുടെ ആത്മാവിനെ കണ്ട് അവരോട് ക്ഷമിപ്പാനായിട്ട് പിതാവിനോട് അപേക്ഷിക്കുന്നുവെങ്കിൽ ദൈവം നമ്മിലൂടെ ആഗ്രഹിക്കുന്നതും നാം മറ്റുള്ളവരോട് ക്ഷമിക്കുന്നവരായിരിക്കണമെന്നാണ്. ദൈവീക സ്നേഹം മറ്റുള്ളവർക്ക് വെളിപ്പെടുത്തുവാനായി വിളിക്കപ്പെട്ടവരാണ് നാം. അങ്ങനെയെങ്കിൽ ഈ സ്നേഹം ക്ഷമയിലൂടെ പ്രകടമാക്കുവാനായിട്ട് നമുക്ക് കഴിയണം. ചിലപ്പോഴെങ്കിലും നാം പറയും, ഇന്നവനോട് എനിക്ക് ക്ഷമിപ്പാനായിട്ട് കഴിയില്ല, കാരണം ഒരിക്കലും ക്ഷമിപ്പാൻ കഴിയാത്ത തെറ്റാണ് അവൻ ചെയ്തത്. പക്ഷെ വേദപുസ്തകം പറയുന്നു, ക്ഷമിക്കാൻ കഴിയാത്ത ഒരു തെറ്റും ഒരു മനുഷ്യരും ചെയ്യുന്നില്ല എന്നാണ്. അവർ ചെയ്തത് എത്ര വലിയ തെറ്റാണെങ്കിലും, അതെത്ര വലിയ ചതിയാണെങ്കിലും, അതെത്ര വിശ്വാസ വഞ്ചനയാണെങ്കിലും, അതെത്ര വാക്കുപാലിക്കാൻ കഴിയാത്ത അനുഭവങ്ങളാണെങ്കിലും, നമുക്കൊരിക്കലും ക്ഷമിപ്പാൻ കഴിയില്ല എന്ന് നാം ചിന്തിക്കുന്ന അവസ്ഥകളാണെങ്കിലും, അതൊക്കെ മാനുഷികമായ ചിന്തകളാണ്. ദൈവികമായ ചിന്ത എന്നത് ഏതു തെറ്റുകളെയും ക്ഷമിപ്പാൻ കഴിയണം എന്നതാണ്. മനുഷ്യൻ നമ്മോട് ചെയ്യുന്ന ഏതു തെറ്റുകളെയും ക്ഷമിപ്പാൻ കഴിയണം. കാരണം അവർ ചെയ്ത പ്രവൃത്തിയല്ല, അവരിലെ ആത്മാക്കളെ കണ്ടുകൊണ്ട് ആ ആത്മാവിനെ നേടണമെന്ന ബോധ്യത്തോടെ ദൈവത്തോട് പ്രാർത്ഥിപ്പാനായിട്ട് നമുക്ക് കഴിയണം. ക്രിസ്തുവിന്റെ ഒന്നാമത്തെ മൊഴി അതൊരു പ്രാർത്ഥനയാണ്. ഒന്നാമത് അതൊരു മധ്യസ്ഥ പ്രാർത്ഥനയാണ്. രണ്ടാമത് നഷ്ടപ്പെടുന്ന ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ക്രിസ്തുവിന്റെ പ്രാർത്ഥനയാണ്. മൂന്നാമത് ഈ പ്രാർത്ഥനയിലൂടെ കർത്താവ് ലക്ഷ്യം വയ്ക്കുന്ന മറ്റൊരു ചിന്തയുണ്ട്. ക്രിസ്തു പിതാവിനോട് പറയുന്നു, പിതാവേ, ഞാനിതാ ക്രൂശിലാണ്. എന്താണ് ഈ ക്രൂശിന്റെ ആത്യന്തികമായ ലക്ഷ്യം? ഈ ക്രൂശ് പാപികളെ രക്ഷിപ്പാൻ വേണ്ടിയാണ്, തെറ്റു ചെയ്യുന്നവനെ രക്ഷിപ്പാൻ വേണ്ടിയാണ്. പാപത്തിന്റെ ഫലമായുള്ള ശിക്ഷ അവന്റെ ജീവിതത്തിൽ കടന്നു വരാതെ ആ ശിക്ഷ എൻ്റെ ശരീരത്തിൽ ഞാൻ ഏറ്റുകൊണ്ട് അവന് വേണ്ടി, അവന് പകരമായി ഞാൻ ക്രൂശിക്കപ്പെടുകയാണ്. അങ്ങനെയെങ്കിൽ ഞാൻ ഈ ക്രൂശിക്കപ്പെടുന്നത് എൻ്റെ ചുറ്റുപാടുമുള്ള ഈ പടയാളികൾക്ക് കൂടി വേണ്ടിയാണ്, എന്നെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി കൂടിയാണ്, എന്നെ ദുഷിക്കുന്നവർക്ക് കൂടി വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ക്രൂശിന്റെ ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത് നഷ്ടപ്പെടുന്ന ആത്മാക്കളുടെ രക്ഷയാണ്. കർത്താവ് പറയുന്നു, ഈ ക്രൂശിന്റെ ഉദ്ദേശ ലക്ഷ്യം തന്നെ രക്ഷയാണ്. പിതാവേ, ഇവരോട് ക്ഷമിക്കണമേ, അവരെ രക്ഷയുടെ അനുഭവത്തിലേക്ക് പ്രവേശിപ്പിക്കണമേ. എന്നെ കേൾക്കുന്ന ദൈവജനമേ, ക്രൂശിലൂടെ കർത്താവ് പറഞ്ഞ ഒന്നാമത്തെ മൊഴി അത് നമുക്ക് നൽകുന്ന കുറെ ആത്മീക പാഠങ്ങളുണ്ട്. അതുമാത്രമല്ല, വ്യക്തിപരമായി നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ശീലമാക്കി മാറ്റേണ്ടുന്ന ചില ഉപദേശങ്ങളുമുണ്ട്. ക്രിസ്തുവിന് ക്ഷമിപ്പാൻ കഴിഞ്ഞുവെങ്കിൽ, കൊടിയ വേദനയുടെ മധ്യേ, തൻ്റെ ശരീരം നുറുങ്ങുന്ന വേദനയുടെ മധ്യേ കർത്താവിന് ക്ഷമിപ്പാൻ കഴിഞ്ഞുവെങ്കിൽ, എത്ര മാനസികമായി തകർന്ന അനുഭവത്തിലാണെങ്കിലും, ശാരീരികമായി പീഡനങ്ങൾ അനുഭവിക്കുന്ന ജീവിത സാഹചര്യങ്ങളുടെ മധ്യയാണെങ്കിലും നമുക്കും ക്ഷമിപ്പാനായിട്ട് കഴിയണം. കാരണം ക്ഷമിപ്പാനായി വിളിക്കപ്പെട്ടവരാണ് നാം. തൻ്റെ പരിശുദ്ധ ശുശ്രൂഷ വേളയിൽ ശത്രുവിനോട് ക്ഷമിക്കണമെന്ന് പഠിപ്പിച്ച കർത്താവ് കാൽവരി ക്രൂശിൽ തൻ്റെ ജീവിതത്തിലൂടെ അത് തെളിയിക്കുകയാണ്. പ്രിയ ദൈവജനമേ, നാം മറ്റുള്ളവർക്ക് നൽകുന്ന ഉപദേശങ്ങളും ചിന്തകളും ദൈവവചനങ്ങളും നമ്മുടെ ജീവിതത്തിന്റെ, പ്രത്യേകിച്ച് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ പ്രാക്ടിക്കൽ ലൈഫിന്റെ ഭാഗമാക്കി മാറ്റുമ്പോഴാണ് ദൈവ ഇഷ്ടപ്രകാരമുള്ള ഒരു ജീവിതമായിട്ട് നമുക്ക് മാറുവാനായിട്ട് കഴിയുക. ഒന്നാമത്തെ മൊഴി നമുക്ക് നൽകുന്നത് ഒരു വലിയ ആഹ്വാനമാണ്. നമ്മുടെ ചുറ്റുപാടുമുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, മധ്യസ്ഥത വഹിച്ച് പ്രാർത്ഥിക്കുക, അവന്റെ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ആത്മാക്കളെ നേടുവാനായിട്ട് പ്രാർത്ഥിക്കുക. ക്രൂശിന്റെ ആത്യന്തികമായ ലക്ഷ്യം പാപികളെ വീണ്ടെടുക്കുക എന്നതാണ്. അതുകൊണ്ട് തന്നെ സഭയുടെ അടിസ്ഥാനമായ ലക്ഷ്യവും പാപികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നതാണ്. മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ദൈവം നമ്മെ ഒരുക്കുമാറാകട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.